നമസ്കാരം. വീഡിയോ തമ്മിൽ കണ്ടപ്പോ ഇത് എന്താണ് സംഭവം എന്നൊരു ആകാംക്ഷ നിങ്ങൾക്ക് തോന്നിയില്ലേ അറിയാനായിട്ട്? വിശദമായിട്ട് പറഞ്ഞുതരാം, കേട്ടോളൂ. അധികം ദൈർഘ്യമൊന്നുമില്ല, പൂർണ്ണമായിട്ട് കണ്ടോളൂ കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ജരാസന്ധ മഹാരാജാവിനെ കൃഷ്ണ ഭീമാർജന്മാർ ചേർന്ന് വധിച്ച കഥ, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഗതാവസാനം എന്നുള്ള പേര്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പൊരുള് പെട്ടെന്ന് പിടുത്തം കിട്ടും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുക കേട്ടോ. ഈ ജരാസന്ധ മഹാരാജാവ് മറ്റ് രാജാക്കന്മാർക്ക് എന്ന പോലെ തന്നെ യാദവ കുലത്തിനും വലിയ ഭീഷണി തന്നെയായിരുന്നു. ഇവന്റെ വിക്രമങ്ങൾ ഭയന്നിട്ട് യാദവന്മാര് തങ്ങളുടെ സമ്പത്തുകളിൽ കിട്ടിയതൊക്കെ കെട്ടിപ്പെറുക്കി ഭാണ്ഡത്തിലാക്കി പടിഞ്ഞാറ് ദിക്ക് ലക്ഷ്യമാക്കി പലായനം ചെയ്തു എന്നാണ് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളത്. അവിടെ അവര് രൈവതക പർവ്വതത്താൽ ചുറ്റപ്പെട്ട കുശസ്ഥലി എന്ന പട്ടണത്തിലാണ് താമസമാക്കിയത്. അവർ കൂട്ടത്തോടെ തന്നെ അവിടെ താമസമാക്കി. ദേവന്മാർക്ക് പോലും ഭേദിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നെടുങ്കോട്ടകൾ അവരവിടെ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ജരാസന്ധന്റെ സൈന്യം പർവ്വതം കടന്ന് എത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ അവരവിടെ സുരക്ഷിതമായിട്ട് കഴിഞ്ഞുകൂടി. ഓരോ യോജനകളിലും 100 വീതം വാതിലുകളുള്ള ആ നെടുങ്കോട്ട സംരക്ഷിക്കാനായിട്ട് വീരന്മാരായിട്ടുള്ള യോദ്ധാക്കളുടെ ഒരു കൂട്ടം തന്നെ, യാദവ വീരന്മാരുടെ ഒരു കൂട്ടം തന്നെ അവരവിടെ സജ്ജരാക്കി നിർത്തിയിരുന്നു. ശ്രീകൃഷ്ണൻ കംസനെ വധിച്ച കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതല്ലേ. ഈ ജരാസന്ധനും കംസനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. കംസന്റെ ഭാര്യ ജരാസന്ധന്റെ മകളാണ്. അപ്പോ കംസനെ ശ്രീകൃഷ്ണൻ വധിച്ചതിന് ശേഷം ശ്രീകൃഷ്ണനോട് അടങ്ങാത്ത വൈര്യം ജരാസന്ധനുണ്ടായി. വളരെ സ്വാഭാവികമാണല്ലോ, നമുക്ക് മനസ്സിലാക്കുക. തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ട അലട്ടലും ദുഃഖവും കൊണ്ട് മകൾ അച്ഛൻ്റെ അടുത്ത് തൻ്റെ കാന്തനെ കൊന്നവനെ അച്ഛൻ കൊല്ലണമെന്നുകൂടി പറഞ്ഞാൽ, അങ്ങനെ ഒരു നിർബന്ധം കൂടി ചെലുത്തിയാൽ പിന്നെ കഥ പറയാനുണ്ടോ? ആ ഒരു വൈരം മൂത്തിട്ട് ജരാസന്ധൻ തൻ്റെ ഘോരമായിട്ടുള്ള ഗദ 100 വട്ടം ചുഴറ്റി മധുര വാഴുന്ന ശ്രീകൃഷ്ണനെ ലക്ഷ്യമാക്കി ആഞ്ഞ് എറിഞ്ഞു എന്നാണ് പറയുന്നത്. ഇങ്ങനെ എറിഞ്ഞ ഗത 99 യോജന ദൂരം പിന്നിട്ടിട്ട് ആണ് താഴെ വീണത്. ആ വീണ സ്ഥലം അതാണ് ഗതാവസാനം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ താഴെ വീണ ഗത പൗരന്മാര് കണ്ടെടുത്ത് ശ്രീകൃഷ്ണനെ വിവരം അറിയിക്കേണ്ടേ. നമ്മൾ പറഞ്ഞു വരുന്നതല്ല, ഈ ഗതാവസാനം എന്ന പേരിലുള്ളൊരു സ്ഥലം തമിഴ്നാട്ടില് മധുരയ്ക്കടുത്ത് ഇപ്പോഴുമുണ്ട്. ആ സ്ഥലത്തിന് ഈ പേര് വരാനുള്ളൊരു ഐതിഹ്യ കാരണമായിട്ട് പറയുന്നത് ഈ ഒരു കഥയാണ്. ജരാസന്ധൻ ഗദ ചുഴറ്റി മധുര ലക്ഷ്യമാക്കി എറിഞ്ഞു എന്നുള്ള കഥയാണ് അതിന്റെ പിന്നിൽ ഉള്ളതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഒരു കൗതുകം നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അപ്പോൾ നിങ്ങൾ ആരെങ്കിലും, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ പറഞ്ഞ ഗതാവസാനം എന്ന സ്ഥലം സന്ദർശിക്കാൻ ഇടവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അറിയാവുന്ന ഡീറ്റെയിലൊക്കെ ഒന്ന് കമന്റായിട്ട് കുറിക്കാൻ മടിക്കണ്ട. ഓക്കെ, അപ്പോൾ കൂടുതൽ മികച്ച മുഹൂർത്തങ്ങളുമായിട്ട്, മികച്ച മുഹൂർത്തങ്ങളടങ്ങിയ കഥകളുമായിട്ട്, മഹാഭാരത കഥകളുമായിട്ട് വരുന്ന വീഡിയോകൾ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം. മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം. ഒരിക്കൽ കൂടി നമസ്കാരം.